ഗൈസ് ഇന്ത്യൻ കണ്ടുവരുന്ന വഴിയാണ്. ഇപ്പം എന്താ പറയുക, റിയലി ഡിസപ്പോയിൻറ്റഡ്. ഒരു ഞാൻ ഒട്ടുമിക്ക പടങ്ങളും തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല മൂവീസ് ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒത്തിരി ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരുന്ന് പോയി കണ്ടതാണ് ഇന്ത്യൻ 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇന്ത്യൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് ഭാഗം അല്ലെങ്കിൽ 1996 ഇറങ്ങിയ ഇന്ത്യൻ, അത് ആ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡേർഡ്സ്, അതിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ അതിനും ഒത്തിരി മേളിലോട്ടാണ് ചിന്തിച്ചാണ് കാണാൻ പോയേക്കുന്നത് പടം. അതായിരുന്നു നമ്മൾ ശങ്കറിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ ഔട്ട്കം വന്നത് വാസ് നോട്ട് അറ്റ് ഓൾ വാട്ട് വി എക്സ്പെക്റ്റഡ്. എനിക്ക് തോന്നുന്നില്ല ഒരു മാസിനും ഇപ്പം കണ്ട ആൾക്കാർക്ക് ഒരാൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. വളരെ വളരെ കുറവായിരിക്കും. ഇനിയും കണ്ടിട്ടില്ല കാണാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡ്യൂട്ടി സ്കെഡ്യൂളൊക്കെ മാറ്റി കുറേ പേര് ഓഫൊക്കെ നോക്കി നിന്നിട്ട് കഷ്ടപ്പെട്ട് പോയി ബുക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇറക്കുന്നത്. കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയുന്നു. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഓരോ ഇതാണ്. എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. വെറുതെ ഇപ്പം തിയേറ്ററിൽ പോയി പൈസ കളഞ്ഞത് കാണേണ്ട കാര്യമില്ല. അതിന് മാത്രമുള്ള ഒന്നും തന്നെ ആ പടത്തിൽ തന്നിട്ടില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് പോട്ടെ, അവർ ജസ്റ്റിസ് അവരതിൻ്റെ ഒരു ഫോർമാറ്റേ മാറ്റിക്കളഞ്ഞു. ലൈക്ക് എന്താ ഇപ്പോൾ പറയാം, ഇന്ത്യൻ എന്ന് പറഞ്ഞ കമലഹാസൻ്റെ ക്യാരക്ടർ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അത് അവരൊരു സൂപ്പർ ഹീറോ എന്ന പോലത്തെ രീതിയിലാക്കി വെച്ചു. അങ്ങനെയൊക്കെ അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആക്കിയപ്പം അവർക്കതൊരു കോമഡിയെങ്കിലും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ അത് അറ്റ്ലീസ്റ്റ് അതൊരു കോമഡി കണ്ടിരുന്നെങ്കിലും ആയേനെ, നമുക്കൊരു കോമഡി പടമെങ്കിലും ആയേനെ. ഇതതും ഇല്ലായിരുന്നു. ആദ്യത്തെ ആ ഒരു ഭാഗത്തിൻ്റെതായ ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഈ പടത്തിൽ. ഇനി ഇന്ത്യൻ 3 ഇറങ്ങാൻ പോകുന്നു. അത് 2025 അതിൻ്റെ ഒരു ഇതും കാണിക്കുന്നുണ്ട്, ബിറ്റ് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടതോടെ എനിക്ക് മതിയായി. ഇനി ഞാൻ എന്തായാലും ഇന്ത്യൻ 3 തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടിയില്ല, എന്ത് ഒപ്പീനിയൻ വന്നാലും. കാരണം ഇതോടെ അത് അപ്സെറ്റായി. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇത് പറയാനായിട്ട് ഞാൻ വന്നതാണ്. ഞാൻ കണ്ട പാടെ വന്ന് ലൈക്ക് ഒട്ടും താമസിപ്പിക്കാതെ ഇത് പറഞ്ഞിട്ട് ബാക്കി വേറെ എന്തും ഇനിയും പോയി ഇവൻ കിടക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ ആക്ച്വലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടിയൊരു ഷോയ്ക്ക് മീൻസ് എനിക്ക് രാത്രി എന്ന് പറയാൻ പറ്റില്ല, രാവിലത്തെ ഷോ ടൈമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റ് വേക്കൻ്റ് ആയിട്ട്. അപ്പം അതിൽ പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോയി കണ്ട് ഇപ്പം ഏകദേശം ഒരു എന്തായിരുന്നു പറഞ്ഞ് 4 മണിയായി വന്നിട്ട്. അപ്പോൾ അത് ടോട്ടൽ അട്ടർ വേസ്റ്റ് ആയിപ്പോയി. ആ ഒരു അത്രയും മണിക്കൂർ, 3 മണിക്കൂർ അതും എനിക്ക് വേറെ എന്ത് വേണേലും ചെയ്യാമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. സാരല്ല, പോട്ടെ, കുഴപ്പമില്ല. അപ്പം അത് വേറൊരാൾക്ക് അബദ്ധം വരാതിരിക്കട്ടെ, അതുവേണ്ടിയാണ് ഞാൻ ഇപ്പം തന്നെ കയ്യോടെ അതങ്ങ് പറയാമെന്ന് വിചാരിച്ചത്. It's of no use guys. I am very disappointed.